ബഹുമാനപ്പെട്ട സഖാവിനെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല കേരളത്തിലെ തൊഴിലാളി വർഗം തൊഴിലാളികൾ അന്തസ്സായിട്ട് ജീവിക്കാനുള്ള അവരുടെ അവകാശങ്ങളെ നേടിയെടുത്ത അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരു തൊഴിലാളി നേതാവായിരുന്നു എം ലോറൻസ് എന്ന് പറഞ്ഞ ആള്. ഒരു കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ വൻ ശബ്ദമായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിട്ട് എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അടിത്തറവാകിയ മഹാന്മാരായ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ CPM-ന്റെ നേതാക്കന്മാരിൽ കേരള ആദരവോടെ കാണുന്ന അപൂർവം VS അച്യുതാനന്ദനെ പോലെയോ അല്ലെങ്കിൽ ആ കാറ്റഗറിയിലൊക്കെ പെട്ട EMS നമ്പൂതിരിപ്പാടിൻ്റെയൊക്കെ കാറ്റഗറിയിൽപ്പെട്ട ഒരു സഖാവിന് കൊടുത്ത അദ്ദേഹത്തിന് മകള് കൊടുത്ത അനാദരവ് സത്യത്തിൽ അത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞുപോയി. പക്ഷേ പാർട്ടി മുഖ്യമന്ത്രി സഹിതം പാർട്ടി എന്നാൽ അദ്ദേഹത്തിന് വീരോചിതമായ യാത്ര ഇപ്പോൾ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര അദ്ദേഹം പറഞ്ഞു എന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകൻ്റെ മകൻ പറഞ്ഞു. അത് 100% സത്യമാണ്. കാരണം എം ലോറൻസിനെ പോലൊരു സഖാവിന് തൻ്റെ മരണശേഷം പോലും തൻ്റെ ശരീരം പോലും മറ്റുള്ളവർക്ക് ഉപയോഗിക്കണമെന്ന് അല്ലാതെ കൊണ്ട് വേറൊരു കാര്യം അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. സത്യം പറയണ കേരളം ഇന്ന് അദ്ദേഹത്തിനോടുത്ത വീരോചിതമായ യാത്രയിൽ പിന്നിൽ വന്ന ഒരു കറ എന്തെല്ലാം നാടകം നടക്കണ്ടേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അത് എം ലോറൻസിൻ്റെ ബഹുമാനപ്പെട്ട മകൻ രണ്ടാമത് മാധ്യമങ്ങളെ അദ്ദേഹത്തിൻ്റെ ബോഡി മെഡിക്കൽ കോളേജിൽ കൊടുത്തതിന് ശേഷം മാധ്യമപ്രവർത്തകരുമായിട്ട് അദ്ദേഹം വളരെ മാന്യമായ ഭാഷയിൽ സംസാരിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരുടെ നിങ്ങളെ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ അറിയാം, ഈ കേരളത്തെ സ്നേഹിക്കുന്നവർക്കറിയാതെ ആരാണ് അതിന് പിന്നിൽ വർഷങ്ങൾക്ക് മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ മകളും അദ്ദേഹത്തിൻ്റെ മകനെ BJP-യുടെ ഒരു സമ്മേളനത്തിൽ കൊണ്ട് പ്രതിഷ്ഠിച്ച് ഇതാ എം ലോറൻസിൻ്റെ മകളും മകനും BJP-യിലേക്കെന്നും പറഞ്ഞ് ഇവിടെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊന്നും കേരളം മറന്നിട്ടില്ല. ആ ധീരസഖാവിനോട് കേരളത്തിൻ്റെ പരിവർത്തനത്തിനും കേരളത്തിൻ്റെ നേട്ടത്തിനും വേണ്ടി അഹോരാത്രം പണിപ്പെട്ട നിസ്വാർത്ഥനായി കൈകളിലൊന്നുമില്ലാതെ മടങ്ങിയ ആ സഖാവിനോട് അന്ന് മുതലേ ഇവർ ചെയ്ത പാതകം കേരളം മറക്കത്തില്ല. കാരണം ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ പറഞ്ഞത്. ഒരിക്കൽ എം ലോറൻസ് എന്ന് പറയുന്ന സഖാവിനെ കണ്ട് സംസാരിച്ചവർ അദ്ദേഹത്തിൻ്റെ ആർജവത്വം, അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി നിങ്ങൾക്കറിയണം. അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി, അദ്ദേഹത്തിൻ്റെ ആർജവത്വം, രാഷ്ട്രീയ അവബോധം, ജനങ്ങളോടുള്ള പ്രതിബദ്ധത അത് തൊട്ടറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ തുടക്കത്തിലെ ഇത്രയും കാര്യങ്ങൾ പറയാൻ കാരണം. ശരി, ഓക്കെ.